ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ലോബ്ലോക്സ്. ഇത് നിങ്ങൾ പലരും കളിച്ചിട്ടുണ്ടാവും. ഇത് ഞാനും കളിച്ചിട്ടുണ്ട് ഗൈസ്. അന്നേരം വീഡിയോയ്ക്ക് വേണ്ടി ഒന്നാമത്തെ കളിക്കാണ് ഗൈസ്. ഇത് എന്നാൽ പിന്നെ ഞാൻ പ്ലേ കൊടുക്കുവാണ്. ഇതാ ഗൈസ്, നമ്മൾ സെർവറിൻ്റെ ഉള്ളിൽ കൂടെ കയറുവാണ്. ഗൈസ് നിങ്ങൾക്കറിയാവല്ലേ, എനിക്ക് ഈ നോർമലാണ് സെറ്റാവില്ല. അത് ഞാനപ്പോൾ ഹാർഡ് ചൂസ് ചെയ്യുവാണ് ഗൈസ്. ഹാർഡ് മോഡ് full of file അല്ല. ഇതാ 1+1 is good to biggest noob. ഞാൻ ആ സ്റ്റിങ്കിനെ എൻ്റെ കൈ കിട്ടിയ ബിഗ്ഗസ്റ്റ് noob. ആ സ്റ്റിങ്കി ഇതാ വരുന്നുണ്ട്. ആ സ്റ്റിങ്കിനെ എവിടെ സ്റ്റിങ്കിനെ ലൂസ് ചെയ്യ്. സ്റ്റിങ്കി കളക്ട് നമ്മളെ സ്റ്റെപ്പിൽ കിളക്കുമ്പോഴേക്ക് ഉണങ്ങും കഴിച്ച് കാണിച്ചു തരാം. കണ്ട സ്റ്റിങ്കി എങ്ങനെ നടന്നു. സ്റ്റിങ്കി നമ്മൾ വേല സ്ഥലത്ത് വെച്ച് കാണും ഗൈസ്. ഇത് സ്റ്റിങ്കിയുടെ ലോബോട്ട് ചെയ്യുന്ന നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുന്നത്. സ്റ്റിങ്കി അല്ല ഗൈസ്. ഹാർട്ട് മോഡ് എടുത്ത പ്രശ്നം ഇതാണ്. ഉമ്മാരി ലേസർ എല്ലായിടത്തും കൊണ്ടുപോയി വെച്ചോ. എടുത്ത് എല്ലായിടത്തും ഉമ്മാരി ലേസിനെ കൊണ്ടുപോയി വെക്കും ഗൈസ്. കണ്ടു താഴെയൊക്കെ ലേസ് വെച്ച് എന്തൊക്കെയോ ഇടുന്നു. എന്നാണ് ഗൈസ് സ്റ്റിങ്കി അല്ലേ ഇടും. Guys, think awesome too. Hello, I land the button so we snake it out. The are all open. Okay, in the addicted old model. ചുമ്മാൻ ലേസിലുണ്ട് അട്ടപ്പ് ഇട്ട് വെച്ചേക്കുക കണ്ടില്ലേ. ഇതൊന്നും ഒന്നുമില്ല പക്ഷേ മണ്ടയിൽ 8 ടോപ്പിലെ ലേസുണ്ട്. അതാ ഏറ്റവും ഹാർഡ്. ഇതൊക്കെ സിമ്പിൾ. ആ മണ്ടയിൽ ഒരു ലേസുണ്ട് കേസ്, അതാ ഏറ്റവും കൂടെ പാട്. അതിപ്പോൾ ഇവിടെ തന്നെ കാണാമല്ലോ. ആ ലേസിലാണ് കേസ് എനിക്ക് ഈ ലേസിലൊക്കെ എനിക്ക് കിടക്കാം. ആ ലേസ് കിടക്കുക അടിച്ചീ പാടാ. ഗൈസ് നമ്മളെ കണ്ട ഗൈസ് ആ റേസ് അതിന് എനിക്ക് പാടും. ജസ്റ്റ് ഞാൻ അടി കടന്നതായിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്. ഇനി പോയി ഈ പേഴ്സ് ഞാൻ അത് വീണ്ടും കിടക്കും ഗൈസ്. എങ്ങനെ ഇത് കടന്നില്ല പറ്റൂ. ഇത് കിടക്കാൻ പാടാണ്. എന്നാലും ഞാൻ ഇത് കടന്നിരിക്കും. ഫോലി പേഴ്സ് നമ്മളത് കടന്നതായിരുന്നു ഗൈസ് പക്ഷെ പോയി. ദിവസം കടന്നതാണെങ്കിലും പോയി. ജസ്റ്റ് മിസ്. വീണില്ല തട്ടല് ലാസ്റ്റ് വൺ ഓഫ് ഗൈസ്. തട്ടില്ല ജസ്റ്റ് മിസ് തട്ടിയിട്ടില്ല. ഞാൻ ഗൈസ് സ്റ്റിങ്കിയുടെ ലോബോട്ട് ഇവിടെ നമ്മൾ ഫൈറ്റ് ഗൈസ്. ഇതുണ്ട് ആട്ടോ ലോബോട്ടാണ് ഗൈസ്. ആ സീക്രട്ട് വേണമെന്ന് അവിടെ വേണ്ട അതുവഴി ചെല്ലുമ്പോൾ ലോബോട്ടുണ്ട് ഗൈസ്. പിന്നെയുള്ള കാര്യം ഈ വീഡിയോയുടെ താളികെട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ ലൈക്കിൻ്റെ താളികെട്ട് TK ആണ് ഗൈസ്. എന്ന് വെച്ചാൽ 3000 ലൈക്സ്. പിന്നെ ഞാൻ ഈ സ്റ്റിങ്കിയുടെ ലോബോട്ടിനെ ഒരു ദിവസം എന്തായാലും വീണ്ടും വന്ന് തോൽപ്പിച്ച് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഗൈസ്. നമ്മൾ സബ്സ്ക്രൈബ് അല്ലേ ഗൈസ് ചെയ്യുന്നത്. സ്റ്റിങ്കിയുടെ ലോബോട്ട് ഇവനെ ഡിസ്റ്റൻസ് അവിടെ നിൽക്കണം ഗൈസ്, അല്ലെങ്കിൽ പ്രശ്നമുണ്ട്. എന്നാണ് നിങ്ങൾ ഈ ഗെയിം ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം സ്റ്റിങ്കിയുടെ തലയിൽ ടൊപ്പി കണ്ട ആ ടൊപ്പി വെച്ച് സ്റ്റിങ്കി നമുക്ക് തൊലയിലെന്നെ മതി. അതുകൊണ്ടാണ് ഞാൻ ആ ടൊപ്പി ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്നത് നമ്മുടെ ഇട്ടേക്കില്ല. അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഞാൻ സ്റ്റിങ്കി കവർ ചെയ്യണം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ ഈ വായിൽ കൂടെ തീ വിടണ്ടു, അതും ഒരു ഡിസ്റ്റൻസ് ആണ് ഗൈസ്. അതുകൊണ്ടും കൂടെ ഞാൻ സ്റ്റിങ്കി കിട്ടിയ ഡിസ്റ്റൻസ് കവർ ചെയ്യണം. നമ്മൾ ആ സ്റ്റിങ്കിയുടെ ഈ ഒരു ലോബോട്ടിന് തൊട്ടാൽ മതി ഗൈസ്. അപ്പം നമ്മുടെ സ്റ്റിങ്കിയുടെ ലോബോട്ടിന് നമ്മളെ കൊല്ലല്.
ഓക്കെ ഓക്കെ. ആ ലോഗോൻ്റെ ലൈഫാണ് ഗൈസ് താഴെ കാണിക്കുന്നത്. ആ ഷീറ്റ് പോലെയാണ്, ആ ടോപ്പ് പോലും വന്നിട്ടില്ല. എന്നാണ് മനസ്സിലാവാത്തത്. ആ സ്റ്റിങ്ക് നോർമൽ ഈ സമയത്ത് ടോപ്പ് ഏരിയയിലുണ്ട്. ആ ടോപ്പ് സ്റ്റിങ്കിയുടെ ലോബോട്ട് കിട്ടു. സ്റ്റിങ്കിയുടെ ലോബോട്ടിനെ കണ്ടില്ലേ, നമ്മൾ നിശാലായം കിട്ടും. ഇപ്പോൾ ഗൈസ് നിങ്ങൾ ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഗൈസ്. നമ്മൾ ഈ ലോബോട്ടിനെ കൊന്നു. നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഗൈസ്. ഈ പാവലാണ് ഈ പാവൽ നമ്മുടെ ഒരു വേഷം. ഇപ്പം നമ്മുടെ ഈ പാവൽ പോകും ഗൈസ്. നമുക്ക് അതിനകത്ത് സ്പീഡ് ഓടാനില്ല. ആ പാവലെ അതങ്ങ് പോകും ഗൈസ്. ഇപ്പോൾ ഇതരാം ഗൈസ്. ഇപ്പം നമ്മൾ നോർമലായി ഓടുന്നത്. ഇതാ ആ ലോബോട്ടിനെ കണ്ട ഗൈസ്. അവളെ തോൽപ്പിക്കണം. എടുക്കാം. ഇതാണ് സിമ്പിളാണ് ഗൈസ്. ഇവിടെ നമ്മൾ പിടിക്കാതെ എടുക്കാൻ ഇവളുടെ ഈ പ്രത്യേകിച്ച് വെപ്പൺസ് ഉണ്ടല്ലോ ഗൈസ്. ഇതെല്ലാം പിടിക്കാതെ ഭയങ്കര സിമ്പിളായിട്ട് പിടിക്കുക. നമ്മൾ പിടിക്കുകയും ചെയ്യും. നമ്മളിവിടെ അടുത്ത് ചോദിച്ചതും ചെയ്യുന്നത് ഇതാ ഗൈസ്. നമ്മളുടെ അവളെ ഇപ്പം തോൽപ്പിക്കുന്നുണ്ടാവും. ഒരു ഒടിയും കൂടെ ചത്തു ഗൈസ്. അവളിട്ടു ഇതാ ഈ ഡോല് വേണം ഇട്ടു തൈക്ക് പോട്ടെ. ഡോല് വിളക്കട്ടെ. ഡോല് വേണം. ഇപ്പം നമ്മുടെ വെപ്പം പോയി. ഞാൻ ഗൈസ് അത് കണ്ട ഈ കമ്പികളൊക്കെ എടുത്തോണ്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഏതാ ഗൈസ് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ എടുക്കണം. ഇതാ അങ്ങോട്ട് കണ്ട ഗൈസ് അതുണ്ട്. പിന്നെ ഇതാ ഓളിനങ്ങോട്ട് പോയി എടുക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇനി അങ്ങോട്ട് പോകണ്ട. അവിടെ വഴിയുണ്ട് കണ്ട ഗൈസ്. ടേക്ക് ഇറ്റ് കണ്ടല്ലേ. ഗൈസ് നമുക്കിതാ പോവാണ്. ഞാൻ എടുക്ക് നമുക്ക് ഇതുണ്ടാവുന്ന ആവശ്യമില്ല. ഈ ബട്ടൺ പിടിച്ചേക്കുമ്പോൾ ഈ ഇലയിലിട്ട് തായ്ക്ക് പോട്ടെ. കണ്ട ആ ഇലയിട്ട് തായ്ക്ക് പോയി. ഇനി നമുക്ക് സ്റ്റിങ്കിയുടെ ലോബോട്ട് കഴിയാൻ ഇനി ഒളയോ ലോബോട്ടെ നമുക്ക് ഫൈറ്റർ കഴിച്ച് അതേ നമ്മൾ ഇതിന് എസ്കേപ്പ് ആവും. പക്ഷേ ഈ ഭാഗങ്ങൾ എനിക്ക് ഇത്തിരി പേടിയാണ് കഴിച്ച്. കണ്ടില്ലേ ഈ ഭാഗങ്ങൾ എനിക്ക് ഇത്തിരി പേടിയാണ്. കണ്ട ഇതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കാൻ കാരണം നല്ല പതുക്കെ പോകുന്നു. ശരി ഓടാനൊന്നും പറ്റില്ല. ഓടിയാൽ നമ്മൾ നല്ല ബാലൻസോടെ നമ്മൾ ഓടുള്ളൂ. അല്ലാതെ ഓടിയ വലപ്പായി നമ്മൾ താഴേക്ക് പോകും. ഇത് പിന്നെയും കിടക്കാം. അടുത്തൊരു സാധനമുണ്ട് ഗൈസ്. കണ്ടോ ആ സാധനം കിടക്കാൻ എനിക്കുള്ള ഇത്തിരി പേടിയുണ്ട് ഗൈസ്. ഇതൊക്കെ ഞാൻ പിന്നെയും പോകും. പക്ഷെ ആ സാധനം കിടക്കാൻ എനിക്കുള്ള ഇത്തിരി പേടിയുണ്ട് ഗൈസ്. കിടക്ക് ഇനി കുറച്ചും കൂടെ ഉള്ളൂ. നമ്മളുടെ കടക്ക് നമ്മളുടെ എത്തി എത്താറായി ഗൈസ്. വീണു ഗൈസ്. ആ സൈഡിലെത്തിയതായിരുന്നു. പക്ഷെ വീണ്ടും അവിടെ നിന്ന് തുടങ്ങണം. ഇനി കളിപ്പിച്ച് ഓടി. ഞാൻ രണ്ടും കളിപ്പിച്ച് ഓടിയത് ഗൈസ്. പക്ഷെ വീണു. ഞാൻ ഈ പേസ് ചെയ്ത് കാണാൻ നിങ്ങൾ ഞാൻ ഈ പ്രാവശ്യത്തെ എങ്ങനെയും കടന്നിരിക്കും ഗൈസ്. ഉറപ്പാണ്. കടക്ക് കടന്നാ ഇവിടെ ചാടാൻ പോവാണ്. അവിടെ ചാടി ഈ റാഞ്ചിയും കൂടെ ഉണ്ട് ഗൈസ്. പോവാണ്. ഗൈസ് എന്താ ഓടിച്ചാൻ ചാടി
അസിസ്റ്റിംഗ് എസ്കേപ്പ് ഇച്ചിരി പാടുപോലെയാണ് ഗൈസ്. പക്ഷെ കുറേ കഴിച്ചാൽ നമുക്കിത് നല്ല സിമ്പിളാവും. നേരത്തെ തൊട്ടടുത്ത് ഞാൻ വീണ്ടും ചെത്തു ഗൈസ്. നമ്മൾ അവിടെ തന്നെ ചാവുകയാണല്ലോ. മനസ്സിലായില്ല. ഇനി വീണ്ടും തുടങ്ങണം. തുടക്കത്തിൽ തന്നെ ആക്കും. നമുക്ക് ആ ലാസ്റ്റ് എത്തിയതാണ് ഗൈസ്. പക്ഷേ സ്കിപ്പായി പോയി. ഇല്ല ഈ ടൈപ്പ് ഞാൻ രണ്ടും കളിപ്പിച്ച് ഓടുന്നു ഗൈസ്. അല്ലെങ്കിൽ ചേട്ടൻ നമ്മൾ എക്സൽ ഇടും. രണ്ടും കളിപ്പിച്ചാൽ പോകണം. ഇവിടേക്കാണ് ഇനി പേഴ്സ് ഇങ്ങനെ കളങ്ങുന്നുണ്ടോ? ഈ പേഴ്സ് ഞാനിട്ട് കളഞ്ഞിരിക്കും. ഞാൻ നന്നെ നോക്കിയിട്ട് കൈസ് ഓടുക. നമ്മളുടെ നമുക്ക് ലാസ്റ്റ് കൈസ് നമ്മളായിട്ട് കടന്നു. ഫസ്റ്റ് എന്തോ നോക്കിയ കളിച്ച് ഓരോന്ന് എന്ത് സംഭവിക്കാം. പെൻസിലോട്ടേക്കും മണ്ടയിലൂടെ ചാടി 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 പോണം. നമ്മളുടെ മണ്ടയിലേക്ക് എത്തി. ഇനി ഈ ചാനലിൽ 3 ദിവസം കഴിയുമ്പോൾ വീഡിയോസ് വന്നതായിരിക്കും ഗൈസ്. കടക്കുവാണ്. ജസ്റ്റ് മിസ് മീനു. ഇവിടെ ഓക്കെ പെൻസിലിലേക്ക് ചാടിക്ക 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 ചാടിക്ക. വീണ്ടും മീനു. അവിടെ ഞാൻ കഴിച്ചില്ല. അവിടെ ചെന്നപ്പോൾ കൈ വന്നിട്ടില്ല, സ്ലിപ്പായി പോയി. നല്ല സ്പീഡുണ്ട്. പക്ഷേ സ്പീഡ് കൂടിയതായിരിക്കും പോകും. ഞാൻ ഒളിപ്പിച്ച് കളിയാണ് ഗൈസ്. ഇനി ഞാൻ സ്റ്റിങ്കി എസ്കേപ്പ് തീർത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അതിൻ്റെ പാക്കൂടും. ലാസ്റ്റ്
പ്രശ്നമൊന്നുമില്ല. അവിടെ ചെന്ന മാട്ടം കൈയൊന്ന് സ്ലിപ്പായി പോയി ഗൈസ്. നടപ്പിച്ചൊന്നുമില്ല ഗൈസ്. നല്ല സ്പീച്ചും ഗൈസ് ഞാൻ പോണേ. എന്ത് സംഭവിക്കാം? പെൻസിലിന് മട്ടി കൊടുക്കാൻ ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ പെൻസിലിന് മണ്ടേ കൂടെ പോയത് എനിക്ക് ഏറ്റവും കൂടെ പേടിയുള്ള കാര്യം. ഇതൊന്നും എനിക്ക് ഒറ്റയ്ക്കും പേടിയൊന്നുമില്ല. എൻ്റെ വ്യൂ ഒന്ന് മാറ്റി ഗൈസ്. ഇപ്പം എങ്ങനെ ഉണ്ടാവും? ഞാൻ എൻ്റെ വ്യൂ മാറ്റി. ഇനി എങ്ങനെ ഇരിക്കും കളി അറിയില്ല. ഞാൻ വ്യൂ മാറ്റിയിട്ട് ഗൈസ് ഇനി എങ്ങനെ കളിക്കാൻ നോക്കാം. ഞാൻ ഇപ്പം നൈസായി വ്യൂ മാറ്റി ഗൈസ്. പേടിയിട്ട് ഈ വ്യൂ ഒന്ന് കളിച്ച് നോക്കാം. എന്താ സംഭവിക്കുന്നറിയാം. ഫൈനോ മറ്റേ വീണാണ് മതിയായിരുന്നു. ഇനിയിപ്പോൾ ഈ വീട്ടിൽ കളിക്കാം. വ്യൂ മാറ്റി ഓക്കെ. എനിക്കാണെങ്കിൽ തോക്കാനുള്ള മനസ്സില്ല. ഇതാണ് എന്നിട്ട് ചിരിക്കാനും കഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിൻ്റെ സൈഡിൽ നിൽക്കണേ. ഓക്കെ പെൻസിൽ ഇപ്പം കഴിയും. പെൻസിൽ കഴിഞ്ഞു. പക്ഷെ നമ്മൾ തൈക്ക് വീണു. വ്യൂ ഒന്ന് മാറ്റട്ടെ. ഈ ഒരു വ്യൂ മതി. ശരി ഗൈസ് മതി. ഈ ഒരു വ്യൂ മാറ്റ. ഞാൻ ഒളിപ്പിച്ച് കളിച്ചായിരുന്നു ഗൈസ്. ഈ പ്രാവശ്യം ഞാനിത് കംപ്ലീറ്റ് ആക്കി വെക്കും. കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇനിയാണ് ഗൈസ് കളി വരാൻ പോകുന്നത്. അപ്പോൾ അവിടെ ട്രോഫിയിലിപ്പുണ്ട്. പക്ഷെ അത് ഗണ്ണാണ് ഗൈസ്. ഇപ്പം സ്റ്റിങ്കിതോ വലിയ ലോബോട്ട് കളിക്കാൻ സമയത്ത് തോൽപ്പിക്കാൻ അവനെങ്ങനെ നമ്മൾ തോൽപ്പിക്കണം. അതുകൊണ്ട് ജസ്റ്റ് വെച്ച് അതുകൊണ്ട് രാവിലെ വെച്ച് നമുക്ക് വെച്ചേക്കാണ്. കണ്ടാൽ നമ്മൾ അപ്പം ചേർക്കും. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. നിസാര ഏകദേശം ഞാൻ കളിക്കാന്ന് കണക്കൊന്ന് ഗൈസ്. അവൻ ചട്ടു. അവൻ തെറ്റു. ഇനി കണക്കൊന്ന് ഗൈസ്. നമ്മളപ്പം ഫൈനൽ ബോസിനെ തോൽപ്പിച്ച് കഴിയും. ഇനി വലിയ കുഴപ്പമുണ്ടോ? ഈ ഗെയിം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഞാൻ വണ്ടിക്ക് നിങ്ങൾ മതി. നമ്മൾ ജയിച്ചു. ഗോ പിന്നെ അല്ല നമ്മൾ ജയിച്ചു ഗൈസ്. നമ്മളങ്ങനെ സ്റ്റിങ്കിയുടെ സ്കൂളിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ് ഗൈസ്. അത് നമ്മളല്ലേ നിൽക്കണേ. നോക്കട്ടെ. ഇവിടെ നമ്മളല്ലേ. പക്ഷെ നമുക്കാണ് ഫസ്റ്റ് വേണം.
ആത്മോ ജയിച്ചതിനും ബെസ്റ്റ് ടൈമിലും നമ്മളാണ് ഗൈസ് ഫസ്റ്റ് ബെസ്റ്റ് ടൈമോ ആദ്യം ജയിച്ചത് നമ്മളാണ് ഗൈസ്. അത് നോക്കട്ടെ. ഗൈസ് T90T നമ്മൾ ഫസ്റ്റ് അടിച്ചതാ ജയിച്ചിരിക്കുന്നു ഗൈസ്. തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാണ് ഗൈസ്. ഇനി അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ട് ഈ ചാനൽ അടുത്തടുത്ത വീഡിയോസ് വന്നതായിരിക്കും ഗൈസ്. അതുപോലെ ബൈ ബൈ.